രാവിലെ കിച്ചണിൽ തിരക്കിട്ട് പണി നടക്കുമ്പോഴാണ് ഒരു കോൾ വന്നത്. വേറെ ആരുമില്ലായിരുന്നു, ഹസ്ബൻഡിൻ്റെ ഏട്ടൻ. ഞാൻ കാക്കാന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ കാക്കാൻ്റെ കോൾ വന്നു. കാക്ക പറഞ്ഞു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓടി വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ചെന്നു, ക്യാമറ ഓണാക്കി. ഞങ്ങളുടെ വീടൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഏട്ടൻ്റെ അനിയുടെയൊക്കെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എന്നെ വിളിച്ചത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ചെല്ലുന്നത് അങ്ങോട്ട് വെച്ചാൽ അവരുടെ വിറക് പുരയിലേക്കാട്ടോ. വിറക് പുരയിൽ ഒരു ചെറിയ സംഭവം നടന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങളൊരു ടോർച്ചൊക്കെ കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതിൽ വിറക് മാത്രം, ചകിരി, വിറക്, പിന്നെ അതുപോലെ പഴയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. വിറക് വെക്കാൻ മാത്രമല്ല ഇത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത് നടന്നിട്ടുള്ളത്. കാക്കൻ്റെ മക്കളുണ്ട്, മക്കൾ 2 ആളുണ്ട്. കാക്കയ്ക്ക് 4 മക്കളാണ്. അതിൽ 2 പേരാണ് ഇവർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അത് പട്ടിക്കുട്ടികളാണ് കേട്ടോ. 8 പട്ടിക്കുട്ടികളുണ്ട് അതിൽ. ഇവരിപ്പോഴാണ് കേട്ടോ ഇത് കാണുന്നത്. ഇവിടെ അങ്ങനെ അധികം നേരം നിൽക്കുന്നത് സേഫ് അല്ല, കാരണം ചിലപ്പോൾ അത് കടിച്ചു മാന്തും. അങ്ങനെ അവർ നല്ല സുഖമായിട്ട് കിടക്കുകയാണ്. 8 പട്ടിക്കുട്ടികളും ഒരുമിച്ച് കിടക്കുകയാണ്. ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് വേഗം കൂടെ പോന്നു. അതായത് അവിടെ ഉറുമ്പ് കടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഓടി. ഉറുമ്പ് കടിച്ചിട്ടുണ്ട്, നല്ല വേദനയുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളത് വേഗം എസ്കേപ്പായി. കാക്ക കോഴി ഫാം നടത്താണ് കേട്ടോ. കാക്കക്ക് വയനാട്ടിൽ ഒരു വലിയ കോഴി ഫാം ഉണ്ട് വീട്ടിൽ. ഇത് അതിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ്. ഇത് കുറച്ചേ ഉള്ളൂ. കോഴികൾ കുറേ എണ്ണത്തിനെ കൊണ്ടുപോയി കോഴികളെ തുറന്നു വിടാണ് കേട്ടോ. ഈ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ബാഗും ബുക്കൊക്കെ എടുത്ത് ഓടില്ല, അതുപോലെ ഓടുകയാണ്. കയ്യിൽ ബാഗും ബുക്കൊന്നും ഇല്ലാതേ ഉള്ളൂ. അതിലൊരാൾക്ക് മാത്രം ഓടാൻ പറ്റുന്നില്ല. ദേ ആ നിൽക്കുന്ന ആൾക്ക് എന്തോ കാര്യത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ബാക്കി എല്ലാവരും ഓടി. കണ്ടില്ലേ, കഴുത്ത് വളഞ്ഞാ കിടക്കുന്നത്, പാവം. അങ്ങനെ ഞാൻ അവരെ പുറകെ ഒന്ന് പോയി നോക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് പേരും കൂടെ ഉണ്ട്. അത് കുറച്ച് പ്രാവുകളുണ്ട് കേട്ടോ. 2-3 പ്രാവുകളുണ്ട്. അതിനെ ഞാൻ കാണിച്ചു തരാം. രാവിലെ എണീച്ച് ഒരു കപ്പ് കാപ്പിയും കുടിച്ച് പത്രം വായിക്കാനിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ. അയാളെ ഞാൻ കാണിച്ചു തരാം. ആളൊരു രസികനാണേ. നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ചു പറയും, പക്ഷെ ഞാൻ പറഞ്ഞാൽ മാത്രം പറയില്ല. സംസാരിക്കുന്ന തത്തമ്മ. ഇതെന്നെ കണ്ടപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണം. ഞാൻ മിണ്ടിയാൽ മാത്രം മിണ്ടൂല. തത്തമ്മേ പൂച്ച പൂച്ച. അതെന്നെ കളിയാക്കും. ഇതെന്ത് പറഞ്ഞിട്ടും മിണ്ടണില്ല. വെറും തുറിച്ചു നോട്ടം എന്നല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. ഞാൻ ഒരുപാട് തവണ അത് സംസാരിക്കുന്ന വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അപ്പോൾ ഒന്നും സംസാരിച്ചിട്ടില്ല. അല്ലാത്തുമ്പോൾ വെറുതെ കിടന്ന് സംസാരിക്കും. ഇനി കാക്ക സംസാരിച്ച് നോക്കുന്നുണ്ട്. കാക്ക എന്ത് പറഞ്ഞാലും അത് പറയും. ആ ചക്കരക്കുട്ടിയെന്ന് വിളിച്ചത് തത്തമ്മയാണ് കേട്ടോ. കാക്കാനെ വിളിക്കാണ് ചക്കരക്കുട്ടിയെന്ന്. ഇത് ഞാൻ ക്യാമറ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണെന്തോ അധികം സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നല്ലപോലെ സംസാരിക്കുന്നതാണ്. ഇപ്പൊ ഈ കേട്ടതൊക്കെ തത്ത പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ